എൻ്റെ പേര് അജയ്. ഞാൻ പഠിച്ചത് റിപ്പീറ്റ് ചെയ്തത് ഫിനിക്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ വണ്ടൂരിലെ ഒരു സ്ഥാപനത്തിലാണ്. അതായത് എനിക്ക് ഈ കഴിഞ്ഞ JEE മെയിൻ പരീക്ഷയിൽ കാറ്റഗറി വൈസ് റാങ്കിങ് 4190 റാങ്ക് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് NIT കാലിക്കറ്റാണ് ഓപ്ഷനായിട്ട് കിട്ടിയത്. അതിനകത്ത് ECയിലാണ് എനിക്ക് കിട്ടിയത്. ഇതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ EC ഒരു കോർ ബ്രാഞ്ചാണ്. അതുമാത്രമല്ല എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എനിക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ വരുന്നത് +2 ശേഷമാണ്. അത് ആദ്യമായിട്ട് എനിക്ക് ഐഡിയ തന്നത് എന്ന് പറയുന്നത് ഈ വണ്ടൂർ ഫിനിക്സിലെ ഒരു ഫാസിൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആളാണ്. അപ്പോൾ ആ ചേട്ടാ എന്നോട് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇതിങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ എൻട്രൻസിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഒരുപാട് കാര്യങ്ങൾ എൻട്രൻസിനെ കുറിച്ച് പറഞ്ഞു തന്നു. അതിലെനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് ഇവിടുത്തെ കുറച്ച് മനോഹരമായ ചില കാര്യങ്ങളാണ്. നമ്മുടെ ഫാക്കൽറ്റികൾ വന്നിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ വന്നിട്ട് നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഹോസ്റ്റലൊക്കെ വളരെ സെറ്റായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ നമ്മളെ വാർഡന്മാരൊക്കെ നമ്മൾ വെറും റിലേറ്റീവ്സിന് പോലെ നമ്മളെ കാണുന്നത്. അത്ര നല്ല സ്ട്രിക്റ്റ് ആണെങ്കിലും പക്ഷേ നല്ല റിലേറ്റീവ്സിന് മാതിരിയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ മാനേജറായ അന്ന് ഹംസ സാറായിരുന്നു മാനേജർ. ഹംസ സാറ് ഞാൻ ഫസ്റ്റ് ടൈം ഈ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ പറഞ്ഞായിരുന്നു ഇത് നിങ്ങളെ സെക്കൻഡ് ഹോമായിട്ട് കണക്കാക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് അടിപൊളിയായി. അങ്ങനെ ഹോസ്റ്റലിൻ്റെ ജീവിതമൊക്കെ സെറ്റായിരുന്നു. സാറന്മാരൊക്കെ ക്ലാസ് അടിപൊളിയായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ക്യാപ്പ് വന്നായിരുന്നു. എനിക്കൊരു ഓപ്പറേഷനൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറേ ക്ലാസ്സൊക്കെ മിസ്സായി. അപ്പോൾ ഞാൻ ആകെ ഡെസ്പായി പോയി. ഇനി എന്ത് ചെയ്യും എന്നൊരു ഐഡിയ ഇല്ലാതായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഒന്നും കിട്ടത്തില്ല, എവിടെ ഒന്നും ആവില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ സ്മിത ടീച്ചറെ വിളിച്ചത്. ഇവിടുത്തെ നോൺ ടീച്ചിങ് ടീച്ചറാണ്. അപ്പോൾ ഈ സ്മിത ടീച്ചറാണ് എന്നെ ഇത്രയധികം മോട്ടിവേറ്റ് ചെയ്തത്. ടീച്ചർ ഓരോ ഫാക്കൽറ്റിയോട് വിളിച്ച് ഓരോ നമ്പറൊക്കെ തന്നിട്ട് ഓരോ മെറ്റീരിയൽസൊക്കെ എനിക്ക് തരുമായിരുന്നു. ഞാൻ അവരുടെ നമ്പറൊക്കെ തരുമായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നത്. അതുമാത്രമല്ല എന്താ വെച്ചാൽ എനിക്ക് ഓരോ സാറുമാരെ എടുത്ത് തന്നെ പറയണം. നമ്മുടെ ഒന്നാമതെന്ന് പറയാം നമ്മളെ മാത്സ് പഠിപ്പിക്കുന്ന ഇവിടുത്തെ സിമിൽ സാറെന്ന് വെച്ചാൽ അത്ര കെയറിങ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. +2 ലെവൽ ഞാനിവിടെ +2 +1 ഞാൻ ഫിനിക്സിലല്ല പഠിച്ചിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഫിനിക്സിലേക്ക് എത്തിപ്പെടുന്നത്. റിപ്പീറ്റിനായിരുന്നു. അപ്പോൾ എനിക്ക് മാത്സ് ഒന്നും വലിയൊരു പിടുത്തമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ സാറെന്നെ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മുതലിങ്ങനെ പഠിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ ഡൗട്ട് ചെറിയ ചെറിയ ഡൗട്ടുകളായിരിക്കും ചോദിക്കുക. സാറ് എന്നെ കളിയാക്കാതെ ഒക്കത്തിനും നല്ല അടിപൊളിയായിട്ട് നിന്നു. അതുകൊണ്ട് സാറിൻ്റെ നമ്മളെ ഓരോ സ്റ്റെപ്പിലും സാർ നമ്മളെ കൈ പിടിച്ച് നമ്മൾ മുന്നോട്ട് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മാത്സൊക്കെ അത്യാവശ്യം നല്ലോണം മനസ്സിലായി. പിന്നെ നമ്മുടെ IIT ഒരു സാറുണ്ട് ഇവിടെ, ഷാനി സാർ പറഞ്ഞിട്ട്. ഇവർ IITN ആണെങ്കിൽ കൂടി അത്ര സ്ട്രിക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുക്കാറ്. അപ്പോൾ നമുക്ക് മാത്സൊക്കെ എത്ര ഫാസ്റ്റ് ചെയ്യണം, എത്ര പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ മൂപ്പരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ നമ്മുടെ NITN ഷെഫിൻ സാർ ആയിക്കോട്ടെ, സാറിൻ്റെ ഓർഗാനിക് കെമിസ്ട്രി ക്ലാസ്സൊക്കെ ഒരു രക്ഷയില്ല. അങ്ങനെ റാഫി സാറ് കെമിസ്ട്രീൻ്റെ, അങ്ങനെ ഒരുപാട് സാറുമാർ ഒക്കെ വളരെ ടോപ്പായിട്ടാണ് നമ്മളെ കെയർ ചെയ്യുന്നത്. എൻ്റെ ക്ലാസ് മിസ്സിങ് ഒക്കെ പറയാനാണെങ്കിൽ ഒരുപാട് ക്ലാസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഒരു കെയറിങ്ങും നമ്മുടെ ഉള്ള സപ്പോർട്ടും കാരണമാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു പൊസിഷൻ കിട്ടിയത്. NITയിൽ EC കിട്ടിയത്. EC നമ്മുടെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഷെഫിൻ സാർ എന്ന് പറയുന്നത് EC ആയിരുന്നു എടുത്തത്. പക്ഷേ ഈ ECനെ കുറിച്ച് ഞാൻ സാറിനോട് ചോദിച്ചു. സാറെന്ന് പറഞ്ഞു ഇത് വളരെ അത്യാവശ്യം നല്ല ഒരു ബ്രാഞ്ചാണ്, എല്ലാം നല്ലതായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഫോക്കസ് അതിനടുത്ത് കിട്ടി. അത് നല്ലൊരു ബ്രാഞ്ചാണെന്ന് എനിക്കും തോന്നി. അപ്പോൾ ഞാൻ അത് ഫോക്കസ് വെച്ച് പഠിച്ചു. എൻ്റെ എത്ര ക്ലാസ് മിസ്സായാലും ഞാൻ ഈ സാറിൻ്റെ ഡൗട്ടൊക്കെ ചോദിച്ച് സെറ്റാക്കി അത് കറക്റ്റാക്കി അതിനുള്ള ലക്ഷ്യം ഫോക്കസ് കൊണ്ട് ഉറപ്പിച്ചു. എൻ്റെ ലക്ഷ്യം അതാണെന്ന് ഞാനവിടെ ഉറപ്പിച്ചു. പിന്നെ ഒന്നാമത് എനിക്കിപ്പോൾ പറയാനുള്ളത് ദൈവത്തിനോട് ആദ്യമേ നന്ദി പറയുന്നു. കാരണം നമ്മൾ ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും. ഇതിലൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ കച്ചിത്തുരുമ്പാണ് ഈ JEE മെയിൻ്റെയും JEE അഡ്വാൻസിൻ്റെ ഒക്കെ എക്സാം കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ പഠിക്കുക എന്നുള്ളത് തന്നെ.
അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ സ്ഥാപനം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫിനിക്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റി ഇവിടെ ഫീ ഒക്കെ അത്യാവശ്യം കുറവുള്ള ഫീ ആണ്, ഹോസ്റ്റൽ ഫുഡും എല്ലാം സെറ്റാണ്, നല്ല ഫാക്കൽറ്റികളാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മൾ ഫാമിലി പരമായിട്ട് എന്തായിട്ടും ഒരു ബുദ്ധിമുട്ട്, എല്ലാവരും നമ്മളൊരു ഫാമിലി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ടീം വർക്ക് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് വരുന്ന കുട്ടികളെ സാധ്യത പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ കുട്ടികളും ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഒരു 10 കഴിയുമ്പോൾ തന്നെ നമ്മൾ ടേണിംഗ് പോയിൻ്റ് നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമുക്ക് ഈ നീറ്റിൻ്റെ ഫീൽഡിലേക്കാണോ അതോ JEEയുടെ ഫീൽഡിലേക്കാണോ എളുപ്പമെന്ന് നമ്മൾ എന്താ പറയുക അവിടെ നിന്ന് തന്നെ തീരുമാനിക്കണം. എനിക്കിത് ആവണം, ഇതാവണമെന്ന് അങ്ങനെ ഒന്ന് തീരുമാനിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതായത് ലക്ഷ്യം വേണം. അപ്പോൾ എനിക്കിപ്പോൾ 10ൽ നിന്ന് CS പഠിക്കണം, എനിക്കിങ്ങനെ +2 കഴിഞ്ഞിട്ട് CS ഒരു IIT NIT കിട്ടണം. അപ്പം നമ്മൾ അതിന് ഫോക്കസ് ചെയ്ത് ആ CS എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ബ്രാഞ്ചാണ്, നല്ല കോർ ബ്രാഞ്ചാണ്, നല്ല റാങ്കും വേണം. അപ്പോൾ നമ്മൾ അത്ര എന്താ പറയുക അതിനു വേണ്ടി പ്രയത്നിച്ചാൽ മാത്രം നമുക്ക് നമ്മൾ വിചാരിച്ച ടൈമിന് തന്നെ റിപ്പീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടാൻ കഴിയും. നമ്മുടെ എന്താ പറയുക എൻ്റെ അച്ഛനും അമ്മയ്ക്കും അധികം വിദ്യാഭ്യാസം ഇല്ല. അപ്പോൾ അവർക്കൊന്നും അറിയില്ല, എനിക്കും ഇതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ +2 കഴിഞ്ഞിട്ടാണ് IITയും പിന്നെ ഇവിടെ ഓരോ ബുക്സും മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ അറിയണം. ഇങ്ങനെ HC വർമ്മയുടെ ഫിസിക്സ്, RD ശർമ്മയുടെ മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അന്നാണ് അറിയണത് ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ എനിക്കിതൊക്കെ പുതിയതായിട്ടുള്ളൊരു അറിവ്. ഞാനെന്നൊക്കെ പറഞ്ഞാൽ കാണാതെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ ആളാണ് +2 ഒക്കെ. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലാക്കി പഠിക്കണം. അത് മനസ്സിലായത് എനിക്ക് ഈ എൻട്രൻസിൽ വന്നപ്പോൾ, അതായത് ഫിനിക്സിൽ വന്നപ്പോൾ ഓരോ സാർമാരെ കൺസെപ്റ്റ് അവർ അത്ര ക്ലിയർ ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ആ കൺസെപ്റ്റ് വൈസും എനിക്ക് മനസ്സിലായത് ഈ ഫിനിക്സ് എന്നായിരുന്നു. നമ്മൾ ഇത്ര ഡെപ്തിൽ ഇത് പഠിച്ചാൽ ശരിയാണോ? ഇത് ഉദാഹരണത്തിന് നമ്മൾ PSK സാറൊക്കെ ഫിസിക്സിൻ്റെ ഓരോ പാഠം എടുക്കണം, അതിനൊക്കെ മനസ്സിലാവും നമ്മൾ എത്രത്തോളം കൺസെപ്റ്റുള്ള ഒരു ലെവലാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. അത് വളരെ എന്താ പറയുക നമ്മൾ ഇൻസ്പയറിങ് ആണ് ഇവിടുത്തെ ഓരോ ക്ലാസ്സും. പിന്നെ പറയണമെങ്കിൽ ഞാനിങ്ങനെ +2 ഒക്കെ ആയപ്പോൾ തന്നെ എന്നോട് കുറച്ച് പേരൊക്കെ എൻട്രൻസ് ഉണ്ട്, ഇങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് കീഴിലൊക്കെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു എന്താണ് ഇതിപ്പോൾ എൻട്രൻസ് പറഞ്ഞാൽ അത്രയും വലിയൊരു സാധനം ആണെന്നാണ് എല്ലാവരും പറയണത്, അവിടെ ചെന്ന് പെടാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറയണത്. പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഫിനിക്സിലോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം എൻട്രൻസ് എനിക്ക് കിട്ടുന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഫിനിക്സിലോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻട്രൻസ് എന്ന് പറയുന്നത് എല്ലാവരും മനുഷ്യരാണ്. ഈ റാങ്ക് ഒന്നും വാങ്ങണവരും ഒരു റാങ്കും കിട്ടാത്തവരും മനുഷ്യന്മാരാണ്. പക്ഷേ എല്ലാവരും മനുഷ്യന്മാരെ കൂടെ അവന് പറ്റുന്നത് എനിക്കും പറ്റുന്നൊരു ധാരണ വരണം, എന്നാൽ മാത്രമേ നമുക്കത് കഴിയുള്ളൂ. അതായത് അവനിപ്പോൾ 1 റാങ്ക് കിട്ടി എനിക്കത് കിട്ടും, കാരണം ഞാനും അതേമാതിരി പഠിച്ചാൽ എനിക്കത് കിട്ടും. അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കണം. അത് മാത്രമല്ല ഒരു കോൺഫിഡൻസ്, എപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. എനിക്ക് ആ കോൺഫിഡൻസ് തന്നെ ഈ ഫിനിക്സിൽ വന്നിട്ടാണ് കിട്ടിയത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ആ കോൺഫിഡൻസ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള നമ്മളെ സാർമാർ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ വെച്ചിട്ട്. ഇപ്പോൾ ദീപു സാർ ആയിക്കോട്ടെ, ആ സാറുടെ അടിപൊളി കൺസെപ്റ്റുകളാണ്. ആ സാറ് കുറച്ച് നേരം കൊണ്ട്, അതായത് ഒരു ഡേ കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു പാഠം തന്നെ തീർക്കും. പക്ഷേ ആ പാഠം പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല. അത്ര എഫക്റ്റീവാണ് ആ ക്ലാസ്, അത്ര കൺസെപ്റ്റുകളാണ്. അത് അധികം നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ആ കൺസെപ്റ്റ് പഠിച്ചാൽ പിന്നെ നമുക്ക് ഒരു പരീക്ഷയ്ക്കും അതിന് രണ്ടാമത് നോക്കേണ്ട ആവശ്യം വരില്ല. ഇനിയിപ്പോൾ ഓരോ കുട്ടികളോടും പറയുകയാണെങ്കിൽ ഞാൻ നമ്മൾ ഏറ്റവും നല്ലത് ഈ ഓൺ ഗോയിങ്ങിൽ തന്നെ, അതായത് +1 +2 എന്നുള്ള ഓൺ ഗോയിങ്ങിൽ തന്നെ ശരിക്കും പഠിച്ച് ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലൊരു മാർഗം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മൾ വെറുതെ റിപ്പീറ്റ് ചെയ്യാന്നല്ല, അത് ചിലപ്പോൾ നമ്മൾ +2 പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ചിലപ്പോൾ JEE കിട്ടും, അഡ്വാൻസ് ഒക്കെ കിട്ടും. പക്ഷേ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് വിചാരിച്ച കോഴ്സൊന്നും ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല റിപ്പീറ്റ് ചെയ്യണം എന്ന് ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ നല്ലൊരു കോഴ്സ് നമ്മൾ അത്ര ലക്ഷ്യബോധമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ വിചാരിച്ചവിടെ തന്നെ കിട്ടും. അത് നമ്മളെ ലക്ഷ്യബോധമാണ്, നമ്മുടെ കൺസിസ്റ്റൻസിയാണ്, നമ്മുടെ സമീപനമാണ്. നമ്മളെങ്ങനെ ഈ ഒരു എൻട്രൻസിനെ സമീപിക്കുന്നു എന്നൊരു രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കിടപ്പെന്ന് പറയുന്നത്. നമ്മൾ സമീപനം മോശമായി കഴിഞ്ഞാൽ, കാഴ്ചപ്പാട് അഥവാ സമീപനം ഇത് മോശമായി കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസിനോട് ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ഒരു കൊല്ലം എന്താ പറയുക വേസ്റ്റായി പോവുക. പക്ഷേ വേസ്റ്റായി പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. പക്ഷേ ഞാൻ പറയുന്ന ആ സമീപനത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ നേരെ മറിച്ച് അത് നമുക്ക് പറ്റും, അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടെ ചെയ്താൽ എത്ര വലിയ അഡ്വാൻസിൻ്റെ പരീക്ഷ നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ഇപ്പോൾ പറയാൻ പോണേ ഞാൻ. കാരണം എന്താ വെച്ചാൽ ഞാൻ അനുഭവസ്ഥനാണ്. കാരണം എനിക്ക് എന്ന് പറയുന്നത് എനിക്ക് അധികം അറിവുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഫിനിക്സിൽ വന്നപ്പോൾ ഇവർ മോട്ടിവേഷനും സപ്പോർട്ടും എന്താ ഞാൻ പറയുക,
അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം എനിക്ക് ഒരുപാട് ക്ലാസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇവരെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്കൊരു നല്ലൊരു കോഴ്സ് NITയിൽ കിട്ടിയത്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഈ ഓരോ സാറന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇവരെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും നല്ലൊരു കോഴ്സ് NITയിൽ കിട്ടിയത്. പിന്നെ എന്താ ഇപ്പോൾ ഞാൻ പറയാം, ഓരോ കുട്ടികളും എന്ത് ചെയ്യണം, ഇത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടും മനസ്സിലാക്കണം. നമ്മൾ എത്രത്തോളം ഒരാൾ പറഞ്ഞു തരുന്നതല്ലത്, എത്രത്തോളം നമ്മൾ മനസ്സ് തട്ടിയാണിത് പറയണത് നമ്മൾ അത് മനസ്സിലാക്കണം. ആദ്യം എന്താ പറയുക, ഒരാളെക്കുറിച്ച് ഉണ്ടാക്കി പറഞ്ഞു വെച്ചാൽ നമുക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നമ്മളിത് എന്താ വെച്ചാൽ നമ്മൾക്ക് തരുന്ന കെയറിങ് ആണ്. ഇപ്പോൾ വേറൊരു സ്ഥാപനത്തിൽ പോയിട്ട് അവർ മെഷീനുകളെ പോലെ നമ്മളെ കാണും, അവരവിടുത്തെ മാർക്ക് ഉണ്ടാക്കാനും അവരെ റെപ്യൂട്ടേഷൻ ഉയർത്താനൊക്കെ നോക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുട്ടികളാണ് അവർ കെയർ ചെയ്യണത്. ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ ഇപ്പോൾ ഇവിടെ ഒരു JEEൻ്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് മാതിരി നടത്തുമ്പോൾ ഒരു പരീക്ഷയിൽ മാർക്ക് വന്ന് പറയും അടുത്തിൽ പിടിക്കുക, അടുത്തിൽ അടിപൊളിയാക്കുക എന്നൊക്കെ പറയും. നമ്മൾ ഷെബീർ മാഷൊക്കെ ഫുൾ സപ്പോർട്ടാണ്, സ്മിത മിസ് ആണെങ്കിലും ഒക്കെ സപ്പോർട്ടാണ്, അങ്ങനെ പറയും. പക്ഷെ നേരെ മറിച്ച് വേറെ സ്ഥലത്ത് പോയി ചിലപ്പോൾ അവരെ അങ്ങനെ സമീപിച്ചൊന്നുമില്ല, കുട്ടികളെ ചീത്ത പറയും. അപ്പം തന്നെ നമ്മൾ ഡെസ്പായി പോവും, സ്ട്രെസ്ഡ് ആയി പോവും, വളരെ എന്താ പറയുക, നമ്മളെ മൈൻഡൊക്കെ മാറിപ്പോവും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അത് വളരെ എന്താ പറയുക എഫക്റ്റീവാണ്. അവർ നമ്മളത്ര കെയറിങ്, ഒരു ഗ്രൂപ്പ് വർക്കാണെന്ന് തന്നെ പറയാം, ടീം വർക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഓരോ കുട്ടികളെയും ഇവിടുത്തെ സാറുമാർ കെയർ ചെയ്യണത്. പിന്നെ ഇപ്പം എന്താ, ഒന്നാമത് സർവേശ്വരനോട് ഇപ്പോൾ ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞുകൊടുക്കാണ്. ഇന്നും എന്നെ ഇതേമാതിരി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു പറച്ചിലാണ് എനിക്കുള്ളത്. പിന്നെ ഓരോ കുട്ടികളോടും എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഓൺഗോയിങ്ങിൽ തന്നെ ഈ NIT IIT അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ നോക്കുക, അതായിരിക്കും ഏറ്റവും നമ്മുടെ ബുദ്ധി. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷം കൊണ്ട് കൂടുതൽ അറിവ് സമ്പാദിക്കും എന്നല്ല, നമ്മൾ NCERT എന്ന് പറഞ്ഞ സാധനം മിക്ക കുട്ടികളും അധികം നോക്കൂല. നമ്മളെ ബുക്ക് ടെക്സ്റ്റ് ബുക്കാണ് അധികം നോക്കാറില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ NCERT ഒക്കെ തറവാക്കി കഴിഞ്ഞാൽ, അതായത് അതിനകത്ത് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് അതിന് അഡ്വാൻസിൻ്റെയും മെയിൻസിൻ്റെയും ബുക്കൊന്നും കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ വരികളും നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് JEE മെയിനും അഡ്വാൻസൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ റാങ്കേഴ്സൊക്കെ ഉണ്ടല്ലേ, ഓൾറെഡി അവരൊക്കെ എന്താണെന്ന് പറയുക, അവരൊക്കെ ഇതൊക്കെ അരച്ച് ഇലക്കി കുടിച്ചവരായിരിക്കും. അവർക്ക് റിപ്പീറ്റ് തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ നീറ്റ് നമ്മുടെ എന്താ പറയുക, ഈ ഫിനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓരോ സാറുമാർ നമ്മൾ ഇങ്ങനെ ഓരോ എന്താ പറയുക അതിന് ഓരോ വരി പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിപ്പിച്ച് തരും, ഇതാണെന്ന് മനസ്സിലാക്കി തരും. അത്ര മനോഹരമായിട്ടാണ് അവരെ ക്ലാസ്. നമ്മളത്ര എന്താ പറയുക കെയറിങ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളെ ടീച്ചേഴ്സിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങളെ അച്ഛനമ്മയിൽ വിശ്വസിക്കുക. ദൈവവിശ്വാസം എന്താ ഒരു വലിയൊരു കാരണമാണ്. നമുക്ക് എല്ലാം പഠിച്ചിട്ട് അന്നൊരു തലവേദന വന്നാൽ കഴിഞ്ഞു, അതല്ല. നമുക്കൊരു ദൈവവിശ്വാസം എല്ലാം ഉണ്ടാവണം. നമ്മളെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് ഈ 2 ഇയറാണ്. ഈ എന്താ പറയുക +1 +2 ഇതിൽ നമ്മൾ ശരിക്കും പെർഫോം ചെയ്താൽ നമുക്ക് വളരെ എന്താ പറയുക കളർഫുള്ളായിട്ടുള്ളൊരു ഫ്യൂച്ചർ നമ്മളെ കാത്തിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഓൺഗോയിങ് തന്നെ ഇതൊക്കെ എൻജിനീയറിങ്ങിലായാലും എന്ന് വേണ്ട മെഡിക്കലായാലും ഒക്കെ ക്രാക്ക് ചെയ്യാൻ നോക്കുക. താങ്ക് യു.